നമ്മൾ 4 ഐറ്റം സ്ക്വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ തൊടിയിരുന്ന് അവിടെ നിന്ന് പറിച്ചുകൊണ്ട് നെല്ലിക്ക പറിച്ച് വെച്ചിട്ടുണ്ട്, കഴിവായിട്ടുണ്ട്, ചെമ്പരത്തി ഉണ്ട്, ശംഖുപുഷ്പമുണ്ട്, പുതിന ഉണ്ട്, ഇഞ്ചിയുണ്ട്, ലെമണുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കഴുകിയെടുക്കും. ഇപ്പോൾ നെല്ലിക്ക ഇത് കഴുകിയിട്ട് നല്ലോണം തുടച്ചെടുക്കും. എടുത്തിട്ട് അതിനുള്ള പ്രോസസ്സ് ചെയ്യും. അടുത്തത് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 ചേർന്ന് നമ്മൾ ഒരുമിച്ച് പഞ്ചസാര ഇട്ടുള്ളത്, നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കാണിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ഇട്ടുള്ളൂ. ഒരളവ് അറിയാം നമുക്ക്, നിറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കുന്നതിൽ എത്ര ഒഴിക്കണമെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇനി ഒന്നൊന്നായിട്ട് പ്രോസസ്സിങ് തുടങ്ങുക. ആദ്യം നമ്മൾ നെല്ലിക്ക അരിഞ്ഞ് അത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ചാറെടുക്കും. അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് നമ്മൾ വെച്ചേക്കുന്നതാണ്. കുറച്ച് ദിവസം അങ്ങനെ വെച്ച് ഒരു വൈറ്റ് പോലെ കാണും. അത് വന്ന് അടിയുന്നവർക്ക് അവിടെ സ്ഥിരത്തിൽ വെച്ചേക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ പഞ്ചസാര പാനിയാക്കിയിട്ട് ഇതും തണുപ്പിക്കാൻ വെക്കണം. പിന്നെ അതുപോലെ ഈ മിൻറ്റ് ഇതെല്ലാമേ നമുക്ക് അരച്ച് ഇതെല്ലാം നമുക്ക് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം എടുക്കണം. ഇതിൻ്റെ എല്ലാം തിളപ്പിച്ച് വെള്ളം എടുക്കണം. ഇത് അരച്ച് ഇത് നീര് മാറ്റി എടുത്ത് വെക്കണം. ഇതെല്ലാം അടിയാൻ വെച്ചിട്ടേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ലെമൺ വന്ന് അവസാനമേ നമ്മളെല്ലാത്തിലും മിക്സ് ചെയ്യത്തുള്ളൂ. ഇനി നെല്ലിക്ക കുറച്ച് കാന്താരി പറിക്കാനുണ്ട്. അതിലൂടെ മഴയാണ് പറിച്ചിട്ടില്ല. അതും പറിച്ചിട്ട് വന്നിട്ട് അതും നെല്ലിക്ക കാന്താരി സ്ക്വാഷിന് നമ്മൾ ഇടും.